നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള രണ്ട് തരത്തിലുള്ള അച്ഛന്മാരെയാണ്. ഒന്ന് ബലഹീനതയുള്ള അച്ഛന്മാർ, അതായത് മനക്കെട്ടിയില്ലാത്ത അച്ഛന്മാർ. രണ്ടാമത് ഉള്ളത് മനക്കെട്ടിയുള്ള അച്ഛന്മാരുടെ സ്വഭാവങ്ങൾ. രണ്ടിനെയും കൂടെ ഒരു താരതമ്യ പഠനം നടത്തുകയാണ്. അതിൽ ബലഹീനതയുള്ള അച്ഛന്മാർ എപ്പോഴും ദേഷ്യപ്പെടും, അവരുടെ മക്കളെ അവഗണിക്കും, മക്കളെ നിരന്തരമായി അടിക്കും, ശിക്ഷിക്കും. അവർ നിരന്തരമായി മദ്യം ഉപയോഗിക്കും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കും. ആര് പറഞ്ഞാലും കേൾക്കില്ല. വളരെ മോശമായ പെരുമാറ്റമായിരിക്കും, മറ്റുള്ളവർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഉദാഹരണമായിരിക്കും. എപ്പോഴും മക്കളിൽ നിന്ന് അനുസരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മനക്കെട്ടിയുള്ള അച്ഛന്മാർ എപ്പോഴും അവർ വികാരങ്ങൾ നിയന്ത്രിക്കും, ഒരുപാട് സമയം മക്കളുമായിട്ട് ചെലവഴിക്കും, മക്കളെ ഒന്നുകൊണ്ടാമത്തിന് തല്ലില്ല. അവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും. അവർ പ്രസംഗിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കും. അവരെപ്പോഴും അവരുടെ മക്കൾക്ക് ഒരു മാതൃകയായി തീരും. അവരുടെ മക്കൾ പറയുന്നത് കേൾക്കും. അവരെപ്പോഴും മക്കളോട് ദേഷ്യപ്പെടില്ല. അവരൊരുപാട് ക്ഷമയുള്ളവരായിരിക്കും, വളരെ ദയയുള്ളവരായിരിക്കും. ഈ തുടങ്ങിയ ഗുണങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് അച്ഛന്മാർ അവരുടെ ശാരീരിക ആവശ്യം നിറവേറ്റാനും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം കല്യാണം കഴിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അവരുടെ കുടുംബത്തിൽ പ്രതിഫലിക്കും, അവരുടെ മക്കളിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് അവരുടെ മക്കൾ വലുതാകുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വ്യഭിചരിക്കുകയും അടിയും തല്ലും വെട്ടും കുത്തുമൊക്കെ നടത്തുകയും എല്ലാവിധ മൃഗീയ സ്വഭാവമുള്ളവരായി തീരുകയും ചെയ്യുന്നത്. കാരണം അച്ഛന്മാർ നട്ടലില്ലാത്തവരാണെങ്കിൽ, മനക്കെട്ടിയില്ലാത്തവരാണെങ്കിൽ അവരുടെ മക്കളും അപ്രകാരമായിരിക്കും. അച്ഛന്മാരുടെ സ്വഭാവം മലിനമാണെങ്കിൽ ആ മലിനത മക്കളിലേക്ക് പകരാൻ ഒരു വിഘ്നവും ഉണ്ടാവില്ല. കാരണം പല കുടുംബങ്ങളിലും ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാരൻ തോന്നിയപടി നടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാരൻ തോന്നിയവാസം നടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാർ സമൂഹത്തിന് 10 പൈസയ്ക്ക് പ്രയോജനമില്ലാതെ ഇങ്ങനെ തെണ്ടി നടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാർ ബലാത്സംഗവും പീഡനവും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാർ ഇങ്ങനെ ദൂർത്തടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാത്തിനും കാരണം അവരുടെ അച്ഛന്മാരാണ്. അച്ഛന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്, ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ടാണ്, എത്തിക്സ് ഇല്ലാത്തത് കൊണ്ടാണ്, മൂല്യമില്ലാത്തത് കൊണ്ടാണ്, അർത്ഥവും വ്യാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ മക്കൾ അങ്ങനെയായി തീരുന്നത്. കാരണം അച്ഛനാണ് മക്കളുടെ ഗുരു. അപ്പോൾ അച്ഛന് മക്കളുടെ മുമ്പിൽ മാതൃകയായി തീരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മക്കൾ എവിടെ പോയിട്ടാണ് മാതൃക പഠിക്കുന്നത്? കാരണം ഈ ലോകത്തിൽ മക്കളുണ്ടാവുന്നത് തന്നെ അച്ഛൻ കാരണമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം.